പേരും രണ്ട് തരത്തിലുള്ള ആക്ടേഴ്സാണ്. ആ ഇപ്പോൾ മോഹൻലാലിൻ്റെതായിട്ടുള്ള റൂട്ടും മമ്മൂട്ടിയുടെ റൂട്ടും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും ഇപ്പോഴും ഒരു നെടും തൂണുകളായിട്ട് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങൾക്ക് കൂടുതൽ മെയ്വഴക്കം കിട്ടുന്നത് പലപ്പോഴും മോഹൻലാൽ ചെയ്യുന്ന. മോഹൻലാൽ ഇല്ലെങ്കിൽ അത് പിന്നെ ചെയ്തത് ജയറാമാണ്. മനസ്സിലായില്ലേ? അതെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആ രീതിയിലുള്ള ചില ക്യാരക്ടേഴ്സ് അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ ഇമേജും മമ്മൂട്ടിയുടെ മാത്രമുള്ള മമ്മൂട്ടിയുടെ ശബ്ദ ഗാംഭീര്യവും ഒക്കെ ഉള്ളത് വേറൊരു രീതിയിലുള്ള ക്യാരക്ടേഴ്സിനാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഞാൻ ചിലപ്പോൾ അത്തരം ക്യാരക്ടേഴ്സ് മമ്മൂട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് ചിലപ്പോൾ മമ്മൂട്ടിയുടെ കാരണം കൊണ്ടല്ലെങ്കിലും ഈ മോഹൻലാലിൻ്റെ രീതിയിൽ വന്നില്ല എന്ന് വരും. അതേസമയം മമ്മൂട്ടിക്ക് ചെയ്യുമ്പോൾ അർത്ഥം എന്നുള്ള സാധനം മമ്മൂട്ടിക്ക് തന്നെ ചെയ്യേണ്ടതാണ്. അർത്ഥമൊക്കെ ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടി തന്നെ വാശി പിടിപ്പിച്ച് ചെയ്തതാണ്. ആ ശ്രീധരൻ്റെ ഒന്നാം ഒരു വേണ്ട വിധത്തിൽ അത് ഓടിയെങ്കിലും അത് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആയില്ല. പക്ഷേ ആ മമ്മൂട്ടിയുടെ ഏറ്റവും നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള റോളാണ്. എൻ്റെ അടുത്ത് ഒരു ദിവസം പുള്ളി പറഞ്ഞ് നിങ്ങൾ മോഹൻലാലിനെ വെച്ച് നിങ്ങൾ സിനിമ ഹിറ്റാകും, എന്നെ വെച്ച് ഹിറ്റാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ കഴിവേടാണെന്ന് എല്ലാവർക്കും അറിയുള്ളൂ. കാര്യം ഞാൻ വേറെ ഹിറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതൊരു വലിയ ക്ഷീണമായി. ഞാൻ മനസ്സിൽ വിചാരിച്ചു